ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. പല തലങ്ങളിലും ഇത് ചർച്ചയായി വരാറുമുണ്ട്. ഒമാനിലെ സോഹാർ എന്ന സ്ഥലത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ആകെയുള്ളത് ഒരേ ഒരു സ്കൂളാണ്. ഈ സ്കൂളിലെ പഠന നിലവാരത്തെക്കുറിച്ച് രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ്. ഒമാനിലെ സോഹാറിലെ ഇന്ത്യൻ സമൂഹം തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആശ്രയിക്കുന്നത് നിലവിലുള്ള സോഹാർ ഇന്ത്യൻ സ്കൂളാണ്. ഇവിടുത്തെ പഠന നിലവാരം വളരെ പരിതാപകരമാണെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി രക്ഷകർത്താക്കൾ പരാതിയുമായി പല തലങ്ങളിലും സമീപിച്ചിരുന്നു. എങ്കിലും യാതൊരു മറുപടിയോ പരിഹാരങ്ങളോ ലഭിക്കാതെ രക്ഷാകർത്താക്കൾ ആശങ്കയിലാണ്. സംശയം ചോദിച്ച 7 വയസ്സുകാരിക്ക് അധ്യാപിക കരണത്തടിച്ചതിനാൽ കേൾവി തകരാർ ഉണ്ടായതാണ് ഇപ്പോൾ രക്ഷിതാക്കളെ കൂടുതൽ പ്രകോപിതരാക്കിയിരിക്കുന്നത്. സോഹാറിലെ മലയാളി കൂട്ടായ്മ ഒരുക്കിയ രക്ഷിതാക്കളുടെ സംഗമത്തിലാണ് പരാതികൾ ഓരോന്നായി നിരത്തിവെച്ചത്. ഞങ്ങൾ ഇന്ത്യൻ സ്കൂൾ സോഹാറിലെ പേരൻസ് ആണ്. ഞങ്ങൾ ഇന്ന് കൂടിയേക്കുന്നത് ഇവിടുത്തെ വളരെ സീരിയസ് ആയ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനാണ്. ക്വാളിറ്റി ഓഫ് ടീച്ചിങ് വളരെ മോശമാണ്. അത് ഫസ്റ്റ് തിങ്. എസ്പെഷ്യലി 6th സ്റ്റാൻഡേർഡ് 7th സ്റ്റാൻഡേർഡ് 8th മീൻസ് ഇനി ഹയർ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ക്ലാസ്സസും ഇനി 10th 12th കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പോകേണ്ട കുട്ടികളുടെ സ്റ്റാൻഡേർഡും ഞങ്ങൾ വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ടീച്ചിങ്ങിലും എസ്പെഷ്യലി പ്രിൻസിപ്പളുടെ ഇൻവോൾവ്മെന്റ് ഈ കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. പ്രിൻസിപ്പൾ ഒന്നും ചെയ്യുന്നില്ല. പേരൻസ് എല്ലാം ഒത്തിരി സജഷൻസ് കൊടുത്തു. ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ചെന്നു. ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ്സ് ആയിട്ടും പല രീതിയിൽ ഞങ്ങൾ നോക്കി. എംബസി വഴി നോക്കി. പാരന്റ് ടീച്ചേഴ്സ് ഓപ്പൺ ഹൌസ് നടത്തി നോക്കി. ഇതുവരെ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. ബിഎഡ് യോഗ്യത പോലുമില്ലാത്ത ഉത്തരേന്ത്യൻ വീട്ടമ്മമാരാണ് ഹയർ സെക്കൻഡറി ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. +2 തലം വരെയുള്ള വിദ്യാർത്ഥിനികളുടെ മൂത്രപ്പുരയിൽ പുരുഷ ശുചീകരണ തൊഴിലാളികളുടെ നിരന്തര ശല്യം, മൂത്രപ്പുരയിലെ ശുചിത്വമില്ലായ്മ തുടങ്ങി നിരവധി പരാതികളുമായി രക്ഷകർത്താക്കൾ തങ്ങളുടെ പ്രതിഷേധ സ്വരം ഗൾഫ് റൌണ്ടപ്പുമായി പങ്കുവച്ചു. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിൽ നിന്ന് ഫണ്ട് എടുക്കുകയല്ല, ഇതിലേക്ക് ഫണ്ടിങ് ചെയ്യുകയാണ്. ഈ ബിസിനസ് ഗ്രൂപ്പ് ഈസ് ഫണ്ടിങ് ടു ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദിസ്. പക്ഷേ ഇപ്പോൾ അത് ഈ ഒരു ചാരിറ്റബിൾ ഇതല്ല, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലി ഇൻകം ടു ടേക്ക് ഇൻ. അതിന് ഒരു ഈക്വലന്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു എഡ്യൂക്കേഷന്റെ ഒരു നല്ലൊരു പ്രോപ്പർ ഇത് ഒന്നും ചെയ്തില്ല. ഇപ്പം നമ്മൾ അന്ന് ആ മീറ്റിംഗിൽ തന്നെ ഒരു പേരന്റ് എഡിറ്റ് ചോദിച്ചു, വാട്ട് ഈസ് ഈ സ്കൂളിലേക്കുള്ള വരവ് എന്താണ്, ഇൻകം എന്താണ്, ഇതിന്റെ ടീച്ചിങ് സ്റ്റാഫിന് നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഒക്കെ കൊടുക്കുന്ന എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞുള്ള ബാലൻസാണ്. അപ്പം അവരും ആ ഒരു ചോദ്യത്തിന് ഒരു ആൻസർ പറയുന്നതിന് പകരം യു സിറ്റ് ഡൗൺ തരണമാവുന്നത്. ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും 240 കിലോമീറ്റർ ദൂരെ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിദ്യാലയമല്ലാതെ ഇന്ത്യൻ സമൂഹത്തിന് മറ്റൊരു ആശ്രയം ഇവിടെയില്ല. ഫീസ് മാത്രം കൊടുക്കാനായി വിധിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ രക്ഷകർത്താക്കൾ. തങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യങ്ങളെപ്പറ്റി കൃത്യമായി അറിയുവാൻ ഇവർക്ക് യാതൊരു അവസരവുമില്ല. ഇവിടെ ഇപ്പം രക്ഷകർത്താവിന് യാതൊരു വോയിസും ഇല്ല. അത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ ഇവിടെ കൂടിയത്. ഈ കൂട്ടായ്മയിൽ കൂടെ ഒത്തിരി ഞങ്ങൾക്ക് ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇവിടെ ഈ ഇന്ത്യൻ സ്കൂളിലെ സോഹാറിനെ സംബന്ധിച്ചുള്ള രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഫീസ് കൊടുക്കുക എന്നുള്ളതൊരു ബാധ്യത കൂടുതൽ വേറെ ഒന്നും ചെയ്യാനില്ല. അവരുടെ കുട്ടികൾ പഠിക്കുകയോ പഠിക്കാതെ ഇരിക്കുകയോ അത് അവരുടെ ഒരു പ്രശ്നമല്ല. സ്കൂളിന്റെ ഫീസ് കൃത്യമായിട്ട് കൊടുക്കുക, അത് മേടിച്ച് ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ് ഇവരത് കൊണ്ടു നടക്കുന്നത്. എന്നാൽ സ്കൂൾ പ്രിൻസിപ്പൽ രക്ഷകർത്താക്കളുടെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതിയും അംഗീകാരവുമില്ലാത്ത ഒരു അധ്യാപകനും സോഹാർ ഇന്ത്യൻ സ്കൂളിൽ ജോലി ചെയ്യുന്നില്ലെന്നും ശുചിത്വം വളരെ കർശനമായി പാലിക്കുന്നുണ്ടെന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്നും CBSE സിലബസിൽ ഒമാനിലെ മറ്റ് ഇന്ത്യൻ സ്കൂളുകളുമായി കിടപിടിക്കത്തക്ക വിജയ ശതമാനം സോഹാർ ഇന്ത്യൻ സ്കൂളിനുണ്ടെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. രക്ഷകർത്താക്കളുടെ ഈ പ്രതിഷേധ സ്വരത്തിന് സ്കൂൾ മാനേജ്മെന്റ് തക്കതായ പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.